പുതിയ ജില്ല വേണം വേണം വേണം. ഇവിടെ വികസനം വളരെ കുറവ് നെയ്യാറ്റിൻകരയ്ക്ക്. അപ്പോൾ ഒരു ജില്ല ഉണ്ടായിരുന്ന വളരെ ഉപകാരം. കാട്ടാക്കടയും നെയ്യാറ്റിൻകരയും കൂടി ചേർത്തുകൊണ്ടൊരു ജില്ല വരുന്നല്ലേ നല്ലത്. വേണ്ട, അതിന്റെ ഒരു ആവശ്യമില്ല. അനന്തപുരിയാണ് ഏറ്റവും നല്ല ജില്ല. പുതിയ ജില്ല വേണോ? ആവശ്യമില്ല. നെയ്യാറ്റിൻകരയും കാട്ടാക്കട താലൂക്കിലുള്ള സ്ഥലങ്ങൾ കൂടി പുതിയൊരു ജില്ലയാക്കണം എന്നൊക്കെ. അങ്ങനെ ജില്ലയാക്കിട്ട് എന്ത് കാര്യം? എങ്കിൽ അവിടെ പ്രത്യേക MLA വേണം, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ബുദ്ധിമുട്ട് തന്നെ, എല്ലാവർക്കും നാട്ടുകാർക്കെല്ലാം ബുദ്ധിമുട്ട് തന്നെ. പുതിയ ജില്ല വേണോ ചേട്ടന്റെ അഭിപ്രായം? അതിനനുസരിച്ച് ജില്ല വേണം. ജനങ്ങളെ കൂടുമ്പോൾ അതനുസരിച്ച് ജില്ലയും വേണ്ടേ. ജില്ല വരുന്നതിന് ദോഷമൊന്നുമില്ല, നല്ലതേ ഉള്ളൂ. വേണ്ട, അതിന്റെ ഒരു ആവശ്യമില്ല. തിരുവനന്തപുരം ഇല്ല, ആവശ്യമില്ല. ഇല്ല, കാരണം ഇപ്പോഴേ നമ്മുടെ കരവും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് കൊടുക്കുകയല്ലേ. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആകുമ്പോഴും മുനിസിപ്പാലിറ്റി പിന്നെ ജില്ല ആകുമ്പോഴും അതിനെല്ലാത്തിനും മേളിലോട്ടല്ലേ പോവും. താഴോട്ട് വരൂല്ലല്ലോ, വരുമോ? ഇല്ല. ഇപ്പോൾ നമ്മൾ വീണ്ടും മേളിലോട്ട് പോവുകയാണ്. അതിന്റെ ആവശ്യമില്ല. ഇവിടുന്ന് ഒത്തിരി ദൂരം ഇല്ലല്ലോ, 20 കിലോമീറ്റർ അല്ലേ ഉള്ളൂ തിരുവനന്തപുരം വരെ പോകാൻ. നമ്മളെ കാര്യങ്ങളെല്ലാം നടക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയാണ് ഏറ്റവും നല്ല ജില്ല. അതാണ് അനന്തപുരി. വേണ്ട, അതിന്റെ ഒരു ആവശ്യമില്ല. അനന്തപുരിയാണ് ഏറ്റവും നല്ല ജില്ല. പുതിയ ജില്ല വേണം വേണം വേണം. കാര്യമെന്ന് പറഞ്ഞാൽ പുതിയ ജില്ല ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേ തിരുവനന്തപുരം ജില്ല മൊത്തം ജില്ലയിൽ പോകണതിനേക്കാളും തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജില്ല ഉണ്ടെങ്കിലല്ലേ നമുക്ക് നമ്മുടെ കാര്യം നടക്കുകയുള്ളൂ, ബുദ്ധിമുട്ട് ഒഴിവാവുകയുള്ളൂ. മറ്റേ അങ്ങനെ അല്ലല്ല, പല ബുദ്ധിമുട്ടുകളും ഇല്ലേ, ആ ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിവാകും. നമ്മുടെ ജോലിക്കിടയിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ ജില്ല നെയ്യാറ്റിൻകര ജില്ലയിൽ ഇവിടെ പുതിയ ജില്ലയാവുമ്പോൾ നമുക്ക് അതിൻ്റെതായ എളുപ്പമുണ്ടാവും. എന്തുമാത്രം കാര്യങ്ങൾ എവിടെ പോയാലും എന്ത് ആവശ്യങ്ങൾക്ക് പോകണമെങ്കിലും അങ്ങനെ നമ്മൾ പോകണ്ടേ. പിന്നെ നല്ലതെന്ന് ഒരിക്കൽ പറഞ്ഞാൽ പോലെ 100% നല്ലതാണ്. നെയ്യാറ്റിൻകര ഒരു ജില്ല ഉണ്ടായിരുന്ന വളരെ ഉപകാരം. ഇവിടെ കാട്ടാക്കട നേരത്തെ ഇത് നെയ്യാറ്റിൻകര താലൂക്കായിരുന്നപ്പോൾ നല്ല ആളുണ്ടായിരുന്നു. ഇപ്പം കാട്ടാക്കട താലൂക്ക് അങ്ങോട്ട് മാറിയപ്പോൾ ഇവിടെ ആൾ കുറവ്. അപ്പോൾ ഇവിടെ വളരെ വികസനം കുറവ്. അപ്പോൾ നെയ്യാറ്റിൻകര ജില്ല വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ വികസനം വരും, തിരുവനന്തപുരം ജില്ല പോലെ ഇവിടെയും വികസനം വരും എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരത്ത് പോകുന്നത് ഒഴിവാക്കാമല്ലോ, വികസനം ഉണ്ടാവും. എന്തുകൊണ്ടും നല്ലതാണ്. ഭരണ സൗകര്യത്തിന് അത് ആവശ്യമാണ്. നെയ്യാറ്റിൻകര ജില്ല ഒരുപാട് ഏരിയയുണ്ട്. അപ്പോൾ അത് വിഭജിച്ച് തിരുവനന്തപുരം ജില്ല ഒരുപാട് ഏരിയയാണ്. അത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയായി മാറിയാൽ ഗുണമുണ്ട്. സിറ്റി പോകുന്ന പല കാര്യങ്ങളും ഒഴിവാക്കാൻ പറ്റും. ഇവിടെ മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായാൽ നല്ല കാര്യമാണ്. അത് വേണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളിത് SR തങ്കരാജിന്റെ കൂടെ കുറെ കാലം നടന്നതാണ് ഇതിന്റെ ജില്ല രൂപീകരണമായിട്ട്. അയാളെ മോൻ പ്രദീപ് മറ്റേ കുറെ ദിവസം, പിന്നെ ഞാൻ ലോട്ടറി ആയിട്ടൊക്കെ ഇറങ്ങിയതിനു ശേഷം പിന്നെ അങ്ങോട്ട് പോയില്ല. ഡെയിലിപ്പോ സാധാരണ മറ്റ് ജില്ലയിലുള്ളതുപോലത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ തന്നെയല്ല. നമുക്ക് പുതിയതായിട്ട് ജില്ല വേണമെന്നുള്ളതാണ് മെയിൻ പ്രശ്നം. കാട്ടാക്കടയും നെയ്യാറ്റിൻകരയും കൂടി ചേർത്തുകൊണ്ടൊരു ജില്ല വരുന്നല്ലേ നല്ലത്. മറ്റ് വികസന കാര്യങ്ങളിലെല്ലാം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ജില്ലയെ സമീപിക്കുമ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്താണ് പോകേണ്ടത്, 20 കിലോമീറ്റർ താണ്ടിയാണ് പോകേണ്ടത്. നമുക്ക് ഇവിടെ തന്നെ സാധിക്കാൻ പറ്റും. നല്ലതാണ്. നമ്മള് തിരുവനന്തപുരം നമ്മളെ അടുത്ത് തന്നെ ഒരു ജില്ല വരുന്ന നല്ലതല്ലേ.